ചില ഭീഷണി രോഗികളുണ്ട്. അവനെ ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ഭീഷണിപ്പെടുത്തി കളയും. ഞാൻ നിന്നെ പോലീസിൽ കയറ്റും, നിന്നെ വെടിവെച്ച് കൊല്ലും, നിന്നെ ഞാൻ തല്ലിക്കൊല്ലും, നിന്നെ ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലും. ഇങ്ങനെ പറയുന്ന ഭീഷണി രോഗികളാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു സ്വഭാവമായി ഈ ഭീഷണിപ്പെടുത്തൽ. അവനൊരു കുന്തവും ചെയ്യത്തില്ല, അവനിങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളാകെ വിഷമിച്ചു പോകും. ഇതുപോലെ തന്നെ ഈ ബലഹീനതകൾ മാറ്റാനായിട്ട് ശ്രമിക്കണം. ഈ ഭീഷണിപ്പെടുത്തൽ, നിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു വിടും, പിന്നെ എന്നതാണ്, നിന്നെ ഡൈവോഴ്സ് ചെയ്യും, നിൻ്റെ എല്ലാം നശിപ്പിക്കും ഞാൻ, നീ ഗുണപ്പെടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ കർത്താവേ ഇങ്ങനെയുള്ള രോഗികളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ് ഇവർ ഭീകരന്മാരേക്കാൾ കൂടുതലായിട്ട് രോഗികളാണെന്ന് പറയും. അവരുടെ ഒരു മാനസിക അവസ്ഥയായി ഭീഷണിപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളോ മറ്റുള്ളവർ അവനെ ഭീഷണിപ്പെടുത്തിയതോ കുഞ്ഞുനാളിലുണ്ടായ അനുഭവങ്ങളോ ഒക്കെ ആയിരിക്കും. ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം. ഒരു കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കർത്താവേ ഇവരെ തരണമേ. ഇവരുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാനൊരു കൃപാവരം നൽകണമേ. ഇവരെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.